ഒരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ പയറും കുക്കുമ്പറും എല്ലാം കിളി കൊണ്ടുപോകുന്നെന്ന്. അത് നമ്മൾ കുറേ വലയും വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തെ ഞാൻ അവർക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്തിരിക്കുക. നോക്കി, ആ ഒരു ഭാഗത്ത് മൊത്തം അവർ കഴിച്ചുകൊണ്ടിരിക്കുക. വല വെറുതെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല, അവർ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ വാരമുണ്ട്, അപ്പോൾ അതിനകത്തൊന്നും നമ്മളിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തത്ത ശരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനും വലിയ വിളവൊന്നും കിട്ടുന്നില്ലായിരുന്നു, കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. അപ്പോഴാണ് ഞാനൊരു യൂട്യൂബിനകത്ത് ഇതേപോലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. കൃഷിയിടത്തിലൊരു അപൂർവ ശബ്ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് മെസ്സഞ്ചറിനകത്ത് അയച്ചു തന്നു, ഇതൊന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ ഈ കിളിയുടെയൊക്കെ ശല്യം ഒഴിവാകുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമേ കുറച്ച് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ തുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടിയത്. അതങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് രണ്ടിടത്ത് ചെയ്ത് നോക്കിയപ്പോൾ അത്ര പോരായിരുന്നു. അപ്പം ഞാൻ വെച്ച് ക്ലിയർ ആവത്തില്ലെന്ന് വിചാരിച്ച് അങ്ങ് വിട്ടതാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഈ കമ്പിത്തുണ്ട് എവിടെ നിന്നോ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് 2 ബിയർകുപ്പി ഇതേപോലെ തൂക്കിയിട്ടിട്ട് ഇപ്പം ഞാനിവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിയർകുപ്പി അപ്പുറവും അപ്പുറവും നമ്മൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടൊയിൻ നൂലുണ്ടല്ലോ, അപ്പോൾ അതിനകത്താണ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. കയറിനകത്ത് കെട്ടി തൂക്കിയാൽ അത്രയ്ക്ക് ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല. ടൊയിനകത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൊയിൻ തന്നെ നമ്മൾ താഴോട്ട് വലിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു എക്സ്റേ ആണ്. എക്സ്റേയോ ചെറിയ കഷ്ണം ഫ്ലെക്സോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എക്സ്റേ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ പിന്നെ വാർക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയ തുണ്ട് പീസാണ്. അപ്പോൾ ആ പീസാണ് നമ്മളിതിന് വേണ്ടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടെ നല്ലത് ഈ പീസായിരിക്കും. അപ്പോൾ അതും വെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഓക്കെ, കിളിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് ഒരു പരീക്ഷണം ചെയ്യുകയാണ്. അത് നോക്കിയേ, 2 ബിയർകുപ്പി അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മളൊരു ചെറിയ പീസ് കമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്റേ ഉണ്ട്, ഇത് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ കിളികളൊന്നും വരത്തില്ല, തത്തകളൊന്നും വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് നോക്കുവാണ്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം പോരാൻ തോന്നി, ഇനി കുറച്ചുകൂടെ ഒക്കെ 3-4 കൂടെ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടണം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന ഉടനെ ഇത് വന്ന് അടിക്കുക. അതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതാ ദൂരി പോയിട്ടുണ്ട്. നല്ല കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുമായിരിക്കും. അങ്ങനെ ഇത് ശരിയാകുമായിരുന്നെങ്കിൽ നമ്മുടെ പയറും ഈ കുക്കുമ്പറും ഒന്നും കിളി കൊണ്ടുപോകാൻ നമുക്ക് നന്നായിട്ട് കിട്ടിയേനെ. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഏറെ സ്ഥലം ഉള്ളത് കൊണ്ടേ എനിക്ക് തോന്നുന്നു 4-5 എണ്ണമെങ്കിലും വെക്കേണ്ടി വരും. ഇപ്പം ഇത് ഈ ഒരു സൗണ്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലത്തല്ല കേൾക്കത്തുള്ളൂ. അപ്പോൾ കിളിയൊക്കെ വരുമ്പം കുറച്ചുകൂടെ വലിയതായിട്ട് സൗണ്ട് കേൾക്കണമെങ്കിൽ കുറേ കൂടെ ഇതേപോലെ വെക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ സൗണ്ട്? എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വേറെ 2-3 കമ്പി വെച്ചൊക്കെ ആദ്യമേ ചെയ്ത് നോക്കിയായിരുന്നേ. പക്ഷെ അതിനൊന്നും ഇത്രയും നല്ല സൗണ്ട് കിട്ടിയില്ല. പക്ഷേ ഇത് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പി തന്നെ ഉപയോഗിക്കണം. നമ്മൾ വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, ആ ചെറിയ ടൈപ്പ് കമ്പിയാണ് ഇത് കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ആദ്യമേ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ആദ്യം ഒരു നൂല് വലിച്ചു കെട്ടിയിട്ടുണ്ട്, നൂലല്ല ഒരു കയർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ചെറിയ ചണം പോലത്തെ ഈ ചെറിയ ടൊയിൻ പോലത്തെ നൂലാണ് കേട്ടോ. അതിങ്ങനെ ആ നൂലിനകത്ത് 2 ബിയർകുപ്പി കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ഏകദേശം ഒരു നടുക്കായിട്ട് നമ്മൾ ഈ ഒരു കമ്പി പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു എക്സ്റേയും കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്റേ ഈ കാറ്റടിക്കുന്ന ഉടനെ നന്നായിട്ട് കറങ്ങും. അപ്പോൾ ഈ കറങ്ങുന്ന സമയത്ത് ഈ കമ്പിത്തുണ്ട് വന്ന് ഇതേപോലെ അടിക്കും. എനിക്ക് തോന്നുന്നു കാറ്റുള്ള സമയത്ത് ഇത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം നമ്മൾ ഈ പയറിൻ്റെ കാര്യം ഈ കുക്കുമ്പറിൻ്റെ കാര്യം കിളി കയറുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഇപ്പം അന്ന് വീഡിയോ കണ്ട കുറേ പേര് എനിക്ക് അതിൻ്റെ മെസ്സഞ്ചറിനകത്തൊക്കെ
ഈ വീഡിയോ അയച്ചു തന്നായിരുന്നു. ഇങ്ങനെ ഒരു സാധനം കെട്ടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലിയറായി കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യമേ എനിക്ക് കമ്പിത്തുണ്ട് കിട്ടിയില്ല. അതിന് പകരം അലൂമിനിയം ഫാബ്രിക്കേഷന് കഷ്ടമെന്ന് വെച്ചാൽ, പക്ഷേ അതിനകത്തൊന്നും ഈ സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളിത് കമ്പിത്തുണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 ദിവസം നമുക്കിതൊന്ന് നോക്കാം, ഇത് എങ്ങനെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ, നമുക്കിനി ഇത് ക്ലിയർ ആവുന്നോ ഇല്ലയോ എന്ന് 2 ദിവസം കഴിഞ്ഞ് നോക്കാം കേട്ടോ.